അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബ്രെഡ് മുട്ടയൊക്കെ വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഒരു പാൻ എടുത്തതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് 2 ചെറിയ സവാള കട്ട് ചെയ്തു, ഒരു പച്ചമുളക് കട്ട് ചെയ്തുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊരുവിധം വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ക്രഷ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ അത് വഴറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ കുറച്ച് ബ്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡ് പോർഷനെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത ഒരു ബ്രെഡ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഞാനതിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടാണ് നമുക്ക് ആ കൂട്ട് വെച്ച് കൊടുക്കാനുള്ളത്. ഇനി നമുക്ക് ആ വഴറ്റി വെച്ചിരിക്കുന്ന മസാല ഇതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു മുട്ടയുടെ പകുതി ഭാഗം എടുത്ത് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡ് പോർഷനിലെല്ലാം നമുക്കൊന്ന് ഒരു മൈദയുടെ ബാറ്റർ എടുത്തതിന് ശേഷം അതിലോട്ടൊന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് വേണം അടുത്ത ബ്രെഡ് വെച്ചിട്ട് അതിൽ നമുക്ക് ചേർത്ത് വയ്ക്കാനായിട്ട്. ഇനി നമുക്ക് വേറൊരു ബ്രെഡ് എടുത്തതിന് ശേഷം അതിലോട്ട് വെച്ച് കൊടുക്കാം, അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ആ സൈഡ് പോർഷനെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നൊരു ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷം അതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലാവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിവിടെ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് അതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ വേറെ ഒന്നും ഇനി ഇതിൽ ചെയ്യുന്നില്ല. നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഒരു പാൻ എടുത്തതിന് ശേഷം അതിലോട്ടൊരു ചെറുതായിട്ടൊന്ന് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് തിരിച്ച് മറിച്ച് വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു വശം ഫ്രൈ ആയി വരുമ്പോൾ മറുവശം ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ടുന്ന അതിൻ്റെ സൈഡ് പോർഷനും എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിവിടെ ഞാൻ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്കുകൾ അറിയിക്കുക. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.